നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോയിലേക്ക്. നമുക്കിന്ന് ചക്കപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കണം. കഴിഞ്ഞ മാസം ചക്ക മേടിച്ചപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ്. ഇപ്പോൾ സോഫ്റ്റായി പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത്, ഇത് സ്റ്റീൽ പാത്രമാണ്. സ്റ്റീലായാലും അലുമിനിയായാലും നടക്കും. പിന്നെ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഓയിൽ പുരട്ടി, പിന്നെ സൈഡിലും കുറച്ച് ഓയിൽ പുരട്ടി ഇങ്ങനെ മൈദ വെതറിയാൽ മതി. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കുക. അതിൽ കല്ലുപ്പാണ് ഞാൻ ഇട്ടത്. ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കാം. അടച്ച് വെക്കണം, ചൂടാവട്ടെ. ഇനി ഒരു കപ്പിൽ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ കപ്പ് തന്നെ അര കപ്പ് ചക്കച്ചോള എടുത്തിട്ടുണ്ട്. നല്ലപോലെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവന്ന്, ഇനി ആ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നല്ലപോലെ ഇങ്ങനെ അരിക്കണം. രണ്ടാമതും അരിപ്പയിലിട്ട് ഇത് 2-3 പ്രാവശ്യം അരിച്ചാൽ നല്ലതാണ്. ഇനി ചക്കച്ചുള ഒരു ബൗളിലേക്ക് ചക്കച്ചുള അരച്ചില്ലേ, അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, സൺഫ്ലവർ ഓയിൽ. അര കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മൈദ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മൈദ ഇങ്ങനെ തീരുന്നവരെ ഇട്ടുകൊണ്ടിരിക്കുക. ഒന്നിച്ചിട്ട ഇളക്കുന്നത് ശരിയാവില്ല, നമ്മൾ ബാറ്റർ ശരിയാകാണ്ടിരിക്കും. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത്, നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ശരി ആയില്ലെങ്കിൽ പറഞ്ഞ ഒരു കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിക്കുക. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ലൂസാകാൻ പാടില്ല മാവ്. കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ആയാൽ മതി. ഇതുപോലെ ഇത്രയും കൊഴുപ്പിൽ വേണം. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ കയറിയിട്ടുണ്ടെങ്കിൽ അത് പോവും. നമ്മളെ ഉപ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് മാത്രം മതി. 20 മിനിറ്റ്സ് മതിയാവും കേക്ക് റെഡിയാകാൻ. തുറന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കായി, നല്ല മണം വരുന്നുണ്ട്. പഴുത്ത ചക്കേൻ്റെ മണമല്ല, നല്ലൊരു കേക്കിൻ്റെ മണമാണ് വരുന്നത്. നമുക്ക് കേക്ക് എടുക്കാം. ഇതുണ്ട, കൂട്ടിയിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമായിട്ടാണ്. നല്ല സൂപ്പർ കേക്കാണ്. പേപ്പറെല്ലാം പൊളിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പഴുത്തയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ചോള ഫ്രീസറിൽ വെച്ചാൽ മതി. എത്ര നാളായാലും നല്ലത് തന്നെയായിരിക്കും. കണ്ടോ, ഒന്ന് നല്ല കളറും നല്ലതാണ്. നമ്മൾ കളർ ഇട്ടിട്ടേ ഇല്ല, ആ ചക്കപ്പഴത്തിൻ്റെ കളറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. നമ്മളെ കേക്ക് ചക്ക കേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.